ഷോപ്പിംഗ് കവർ വെച്ച് നമുക്കൊരു അടിപൊളി പൗച്ച് ഉണ്ടാക്കിയാലോ? എന്നും നിങ്ങൾ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചോദിക്കല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു കവർ വെച്ച് ഇന്നൊരു അടിപൊളി പൗച്ച് ഉണ്ടാക്കാം. കവറിന്റെ പുറത്ത് ഷോപ്പിന്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അത് കാണാൻ പാടില്ല. അതുകൊണ്ട് ആദ്യം മറച്ചെടുക്കുക, എന്നിട്ട് പൗച്ചിന്റെ കറക്റ്റ് അളവിൽ വെട്ടിയെടുക്കുക. ഇനി ഗ്ലൂഗണ് തേച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് പോരാത്തതിന് ഒന്ന് സ്ട്രോങ് ആയിരിക്കാൻ സൂചിയും നൂലും വെച്ച് തുന്നി കൊടുക്കുന്നുണ്ട്. ഒരു കൊല്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കണ്ടേ, അതുകൊണ്ടൊന്ന് ഡബിൾ സ്ട്രോങ് ആയിരുന്നോട്ടെ. ഇനി അത് നമുക്ക് മറച്ചെടുക്കാട്ടോ. ഇനി ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഈ സിബ് ഇതേ നമുക്ക് പൗച്ചിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒന്ന് സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ തുന്നി കൊടുക്കാം. ഇതൊന്നും അല്ലാട്ടോ, ഇനിയാണ് ഐറ്റം വരാനിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വലിപ്പത്തിൽ ട്രാൻസ്പെറന്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിന്റെ ചുറ്റിലും ഡബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. നേരെ പൗച്ചിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലേസ് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫ്ലവർ ലേസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലാട്ടോ. ഇനി കുറച്ച് സ്റ്റിക്കർ സ്റ്റോൺസും കൂടി ഒട്ടിച്ചു കൊടുക്കുക. എല്ലാം കഴിഞ്ഞു. ഒരു നെയിം സ്ലിപ്പ് എടുക്കാൻ നമ്മുടെ പേര് എഴുതി കൊടുക്കുക. ഇതുപോലെ പൗച്ചിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. കഴിഞ്ഞു. എങ്ങനെയുണ്ട് അപ്പൊ നമ്മുടെ കവർ കൊണ്ട് ഉണ്ടാക്കിയ പൗച്ച്? അത്യാവശ്യം സ്പേസ് ഇല്ലേ? എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ.